ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ ഇൻഷുറൻസിൻ്റെ കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്തു. പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്ത ഏരിയ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, അസറ്റ് ഇൻഷുറൻസ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ്, കൊമേഴ്ഷ്യൽ ട്രാവൽ ഇൻഷുറൻസ്, റൂറൽ ഇൻഷുറൻസ്. ഇന്ന് നമ്മൾ എടുക്കുന്ന പോർഷൻ മെറൈൻ ഇൻഷുറൻസ് ആണ്. ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന പെരൽസ് അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ കവർ ചെയ്യുവാൻ ഇൻഷുവേർഡിന് പ്രൊവൈഡ് ചെയ്യുന്ന പോളിസിയാണ് മെറൈൻ ഇൻഷുറൻസ് പോളിസി. നമുക്കറിയാം, ചരിത്രാതീത കാലം മുതൽ സീ ട്രാൻസ്പോർട്ട് മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. വളരെയധികം നഷ്ടസാധ്യതകളും വളരെയധികം പെരൽസിന് വിധേയം ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ, റിസ്ക് വളരെയധികം കൂടുതലുള്ള ഒരു മേഖലയാണ് ഓഷൻ ട്രാൻസ്പോർട്ട്. നമുക്കറിയാം, ഈ ഓഷൻ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിനെ വിശേഷിപ്പിക്കുന്ന പദം തന്നെ മെറൈൻ അഡ്വഞ്ചർ എന്നാണ്. അതിദീർഘമായ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലൂടെയുള്ള വളരെ ഭീതിതമായ, അല്ലെങ്കിൽ വളരെയധികം നഷ്ടസാധ്യതകളുള്ള അതിസാഹസികമായ യാത്രയാണ് സമുദ്രയാത്ര. അതുകൊണ്ടാണ് ആ പദം തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ മെറൈൻ അഡ്വഞ്ചർ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കാൻ കാരണം. അപ്പം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സ്, ആ വാഹനം, ആ വെഹിക്കിൾ അല്ലെങ്കിൽ ഹാളില്, അതിലെ ക്രൂ, ഒരു പോയിന്റ് ഓഫ് ഡിപ്പാർച്ചറിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ വരെയുള്ള ഫ്രൈറ്റ് അല്ലെങ്കിൽ വാടക, ഇതെല്ലാം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ മെറൈൻ അഡ്വഞ്ചറുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് സീ പെരൽസിനെ ഫേസ് ചെയ്യുവാനുള്ളതാണ്. അവർ തമ്മിലുള്ള ഒരു ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് വ്യവസ്ഥ അനുസരിച്ച് ഈ സമുദ്രയാത്രകളിൽ നേരിടുന്ന നാശനഷ്ടങ്ങൾ നിശ്ചിത പ്രീമിയം ഇൻഷുർഡ് മുടക്കുമ്പോൾ അവൻ്റെ പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ അവന് വരാൻ സാധ്യതയുള്ള കഷ്ടനഷ്ടങ്ങൾ കവർ ചെയ്യുവാൻ വേണ്ടിയുള്ള ഇൻഷുറൻസ് പോളിസിയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് മെറൈൻ ഇൻഷുറൻസ് പോളിസി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ബ്രിട്ടീഷ് കാലയളവ് മുതൽ തന്നെ മെറൈൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്, ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനറൽ ഇൻഷുറൻസിനെ അഡ്മിനിസ്റ്റർ ചെയ്ത, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത, അല്ലെങ്കിൽ മെറൈൻ ഇൻഷുറൻസിന് ബാധകമായിരുന്ന നിയമം ഇൻഷുറൻസ് ആക്ട് 1938 ആണ്. കാലാകാലങ്ങളിൽ ഈ നിയമം അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യം പുതിയ നിയമം, അല്ലെങ്കിൽ ആ നിയമം അമെൻഡ് ചെയ്യപ്പെടുകയും പുതിയ നിയമം ഇനാക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെ അറിയപ്പെടുന്നത് മെറൈൻ ഇൻഷുറൻസ് ആക്ട് 1963 എന്നാണ്. അതിനുശേഷം 1972 നമ്മുടെ ഗവൺമെൻറ് ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസ് ചെയ്യുന്നു. അതിനായിട്ടൊരു നിയമം രൂപീകരിക്കുന്നു. ആ നിയമം അറിയപ്പെടുന്നത് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് 1972 എന്നാണ്. അപ്പോൾ അതോട് സ്വകാര്യ മേഖലയെ ആ ബിസിനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ജനറൽ ഇൻഷുറൻസ് ബിസിനസ് അല്ലെങ്കിൽ മെറൈൻ ഇൻഷുറൻസ് ബിസിനസ് പൊതുമേഖലയിലേക്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഈ മേഖലയിൽ ഒരു എനാക്ട്മെൻറ്റ് വരുന്നത് 1999 ആ നിയമം അറിയപ്പെടുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട്. ഇപ്പോൾ ജനറൽ ഇൻഷുറൻസ് പൊതുമേഖലയിലായിരുന്നതിനെ
1999 കൊണ്ടുവരുന്ന നിയമം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട്, ഇത് ഇന്ത്യയിൽ മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി പ്രകാരം, അല്ലെങ്കിൽ 90കളിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ എക്കണോമിയിൽ വലിയൊരു പരിവർത്തനം സംഭവിച്ച കാലയളവാണ്. നമ്മുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രകടമായ മാറ്റം വന്നു. 99 ഈ നിയമത്തോടു കൂടി പൊതുമേഖലയിൽ അധിഷ്ഠിതമായിരുന്ന ഇൻഷുറൻസ് ബിസിനസ്സിനെ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നു. അപ്പം ഇന്ന് ഈ മേഖല പോകുന്നത് വലിയ കോമ്പറ്റീഷനിലാണ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും പരസ്പരം മത്സരിച്ച്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് മേഖലയിൽ വലിയ പൊട്ടൻഷ്യലുണ്ട്, വലിയ സ്കോപ്പുള്ള ബിസിനസ്സാണ്. ഇന്ത്യൻ ജനത ഇതിൻ്റെ പരിരക്ഷയിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബിസിനസ് സാധ്യതകൾ ഈ ബിസിനസ്സിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഇനിയും വളരെയേറെ സാധ്യതകൾ ഈ ബിസിനസ്സിൽ ഉണ്ടെന്നുള്ളതാണ് സവിശേഷമായൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് മെറൈൻ ഇൻഷുറൻസിലേക്ക് വരാം. ഇപ്പോൾ സമുദ്രയാത്രകളിൽ നേരിടേണ്ടി വരുന്ന കഷ്ടനഷ്ടങ്ങൾ കവർ ചെയ്യുവാൻ ഒരു ഇൻഷുർഡും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റാണ് എന്തെന്ന് പറയുന്നത്, മെറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സമുദ്രയാത്രകളിൽ ചരക്ക് ഗതാഗതവും പാസഞ്ചേഴ്സ് യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഗതാഗതവും ധാരാളം കഷ്ടനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പദം തന്നെ മെറൈൻ അഡ്വഞ്ചർ എന്നാണ്. സമുദ്ര സാഹസികത, ദീർഘമായ യാത്രകൾ, വളരെ വലിയ നഷ്ടസാധ്യതകൾ, ആ വെസൽ അല്ലെങ്കിൽ ആ ഷിപ്പിന് തന്നെ അതിലെ ഉപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികൾക്കും ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങൾ, അതിൽ കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് ഒരു പോയിന്റ് ഓഫ് ഡിപ്പാർച്ചറിൽ നിന്ന് ഒരു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ വരെ എത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ആ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടായേക്കാവുന്ന ആ സക്സസ്ഫുൾ അല്ല, ആ യാത്ര പരാജയപ്പെട്ടു പോയാൽ ആ വാടകയും നഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള പോളിസികളാണ് ഈ മെറൈൻ ഇൻഷുറൻസിൽ ഇൻഷുറഡിന് പരിരക്ഷയായി നൽകുന്നത്. നമുക്ക് അത് ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് മെറൈൻ ഇൻഷുറൻസ് എന്ന് പരിശോധിക്കാം. മെറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ആണ്. കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ വാലിഡിറ്റിയും മെറൈൻ ഇൻഷുറൻസിലും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. whereby an insurance company undertakes to compensate the insured against the premium received in advance for loss of vessel or cargo while in a port or in voyage. ഇവിടെ ഇൻഷുർഡും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കും. ഇൻഷുറിന് എന്ത് കൊടുക്കുന്നു? പ്രീമിയം കൊടുക്കുന്നു. ആ പ്രീമിയം അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇൻഷുറർ അതിൻ്റെ റിസ്ക് അണ്ടർടേക്ക് ചെയ്യുന്നു. കോമ്പൻസേറ്റ് ചെയ്യാൻ അയാൾ ലൈബിളായി മാറുന്നു. ഈ ഇൻഷുറൻസ് പരിരക്ഷ വേണ്ടത് ഒരു കപ്പൽ പോർട്ടിൽ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ യാത്രയിലുമുള്ള നഷ്ടസാധ്യതകളാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ മെറൈൻ ഇൻഷുറൻസ് ആക്ട് 1963 പ്രകാരമുള്ള ഇതിൻ്റെ നിർവചനമാണ് പരിശോധിക്കുന്നത്. മെറൈൻ ഇൻഷുറൻസ് ആക്ട് 1963 അതിൻ്റെ സെക്ഷൻ 3-ൽ മെറൈൻ ഇൻഷുറൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ കോൺട്രാക്റ്റ് ഓഫ് മെറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് വെയർബൈ ദി ഇൻഷുറർ അണ്ടർടേക്ക് ടു ഇൻഡെംനിഫൈ ദ ഇൻഷുർഡ് in the manner and to the extent thereby agreed against marine losses incidental to marine adventure.
അവർ നമ്മൾ കരാർ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം whereby the insurer undertakes to indemnify. ഇൻഷുറർ ഇൻഷുവേർഡിനെ ഇതും കോമ്പൻസേഷനാണ് കൊടുക്കുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. നഷ്ടമുണ്ടായാൽ മാത്രമേ പരിഹരിക്കത്തുള്ളൂ. ജനറൽ ഇൻഷുറൻസിൻ്റെ എല്ലാം പൊതുവായ പ്രത്യേകതയാണത്. ഇൻഷുവേർഡിനെ അവരെന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്യും, ഇൻഡെമ്നിഫൈ ചെയ്യും. ഇൻഡെമ്നിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. അത് അവർ തമ്മിലുള്ള കരാറിന് വിധേയമായിട്ടാണ്. ഇൻ ദ മാനർ ആൻഡ് ദ എക്സ്റ്റെൻഡ് ദെയർ ബൈ എഗ്രീഡ്. അവരുടെ ആ പോളിസിയിൽ, ആ കോൺട്രാക്റ്റിൽ എന്താണോ വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ അനുസരിച്ച് കൃത്യമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്നു. എഗെയിൻസ്റ്റ് മെറൈൻ ലോസസ് ഇൻസിഡൻ്റൽ ടു മെറൈൻ അഡ്വഞ്ചർ. സമുദ്ര സാഹസിക യാത്രയിൽ ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾ, ഇൻസിഡൻ്റൽ ടു ബന്ധപ്പെട്ട നഷ്ടങ്ങൾക്ക് അവർ തമ്മിൽ എത്തിച്ചേർന്ന എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യപ്പെട്ട കോൺട്രാക്റ്റിന് വിധേയമായിട്ട് നഷ്ടപരിഹാരം നൽകുകയാണ്. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമ്നിറ്റി ആണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്ങോ ഒന്നുമല്ല, സമ്പാദ്യ പദ്ധതികളല്ല. സമുദ്രയാത്രയിൽ നേരിടുന്ന കഷ്ടനഷ്ടങ്ങൾ കവർ ചെയ്യാനാണ് ഈ പോളിസി എടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അടുത്തതായിട്ട് എന്തെല്ലാമാണ് ഇവിടെ ഇൻഷുർ ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ഒരു മെറൈൻ ഇൻഷുറൻസിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇൻഷുർഡിന് ലഭ്യമാകും, അല്ലെങ്കിൽ ആ ഷിപ്പിംഗ് കമ്പനിക്ക് എന്തെല്ലാം പരിരക്ഷ ലഭ്യമാകുമെന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നു. അതിൽ ഒന്നാമത്തേത് ഹൾ ഇൻഷുറൻസ് ആണ്. അവിടെ ആ വെഹിക്കിൾ ഇറ്റ്സെൽഫ്, ദാറ്റ് ഈസ് ഹൾ ഇൻഷുറൻസ്. ഹൾ എന്ന് പറഞ്ഞാൽ അത് വെഹിക്കിൾ ഇറ്റ്സെൽഫ്, ആ വെഹിക്കിളിനെയാണ് അല്ലെങ്കിൽ ആ കപ്പലിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഹള്ള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കപ്പലിനോടൊപ്പം സ്വാഭാവികമായിട്ടും അതിലെ എക്യുപ്മെൻസും അതിലടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ മെഷീനറി കാണും, ഫർണിച്ചർ കാണും, വിവിധ തരത്തിലുള്ള ഫിറ്റിങ്സുകൾ കാണും, ടൂൾസുകൾ കാണും, അതിൻ്റെ ഫ്യൂവൽ, കോള്, എൻജിൻ സ്റ്റോറ്, ഇതെല്ലാം ആ കപ്പലിനെ ഫിസിക്കലി അല്ലെങ്കിൽ ആ വെസലിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ചരക്ക് അതിൻ്റെ പരിധിയിൽ വരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വെസലിന് അല്ലെങ്കിൽ ആ വെഹിക്കിളിന് അല്ലെങ്കിൽ ആ കപ്പലിന് പരിരക്ഷ കിട്ടുവാൻ വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയാണ് ഹൾ ഇൻഷുറൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ഈ മെറൈൻ അഡ്വഞ്ചറിൻ്റെ പ്രാധാന്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിൻ്റെ 90% കടൽ മാർഗമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ മേഖലയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ തരത്തിൽപ്പെട്ട പോളിസി എന്ന് പറയുന്നത് കാർഗോ ഇൻഷുറൻസ് ആണ്. കാർഗോ എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. ആ വെസലിൽ നിറയ്ക്കപ്പെട്ടിട്ടുള്ള ചരക്കുകൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് കാർഗോ ഇൻഷുറൻസ് കൊണ്ട് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഇൻഷുറൻസ് പോളിസി മൂലം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് ഗുഡ്സും മെർക്കൻഡൈസുമാണ്. ഈ ഗുഡ്സും മെർക്കൻഡൈസും എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലയൻസുമായിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരം ആ ഷിപ്പിംഗ് കമ്പനി അതിൽ നിറച്ച് സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ഗുഡ്സും മെർക്കൻഡൈസുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിലെ ജോലിക്കാർ പേഴ്സണൽ ബിലോങ്ങിങ്സ് അല്ല. അതിൽ ക്യാരി ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസിന് കിട്ടുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് നമ്മൾ കാർഗോ ഇൻഷുറൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ അടുത്തത് പറയുന്നത് ഫ്രൈറ്റ് ഇൻഷുറൻസ് ആണ്. ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ പ്രധാനപ്പെട്ട വരുമാനം നമുക്കറിയാം, ഈ ചരക്ക് ഗതാഗതത്തിൽ നിന്ന് കിട്ടുന്ന അവരുടെ വാടകയാണ്. ആ ഫ്രൈറ്റിനൊരു ഉറപ്പുമില്ല.
പോയിന്റ് ഓഫ് ഡിപ്പാർച്ചറിൽ നിന്ന് എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ നിന്നത് പുറപ്പെട്ട് ഡെസ്റ്റിനേഷനിലെത്തി എന്ത് സേവനമാണോ ആ കപ്പൽ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അവർ പറഞ്ഞിട്ടുള്ളത് അത് സക്സസ് ആകുമ്പോൾ മാത്രമേ ഫ്ലൈറ്റ് അവർക്ക് അർഹതപ്പെടുന്നുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും പല കഷ്ടനഷ്ടങ്ങളുടെ സാധ്യതകൾ കൊണ്ടും ഈ കപ്പലിനോ ചരക്കിനോ ഒക്കെ നാശമുണ്ടാകുകയും ക്ലയൻസുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ അവർക്ക് ആ വാടക ഇനത്തിൽ കിട്ടേണ്ട പൈസ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അപ്പം ആ വാടക ഉറപ്പ് ആ ഏജൻസിക്ക്, ആ ഷിപ്പിംഗ് കമ്പനിക്ക് അതുമായി റിലേറ്റ് ചെയ്ത ആ വാടക ഉറപ്പ് നൽകുന്ന സംവിധാനമാണ് എന്ത് ഇൻഷുറൻസ് പോളിസിയിലൂടെ ഉറപ്പാക്കപ്പെടുന്നത്. ഫ്രൈറ്റ് എന്ന് പറയുമ്പം ആ ഷിപ്പിംഗ് കമ്പനിയുടെ പ്രധാനപ്പെട്ട വരുമാനം, ആ വരുമാന നഷ്ടത്തിനെ കവർ ചെയ്യുവാൻ ഏതെങ്കിലും കാരണവശാൽ ആ ഫ്ലൈറ്റ് ലഭ്യമാകാതിരിക്കുകയാണെങ്കിൽ അതിനുള്ള ആ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഫ്ലൈറ്റ് ഇൻഷുറൻസ് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. നാലാമത്തെ കവറേജ് ലയബിലിറ്റി ഇൻഷുറൻസ് ആണ്. ഈ ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന കാലയളവിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട കഷ്ടനഷ്ടങ്ങൾ തേർഡ് പാർട്ടീസിനുണ്ടായാൽ അത് കവർ ചെയ്യുവാനുള്ള പോളിസിയാണ് ലയബിലിറ്റി ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, യാത്രാമധ്യേ മറ്റ് കപ്പലുകളുമായിട്ട് കൂട്ടിയിടിക്കുക, പോർട്ടിൽ ഈ കപ്പൽ ആങ്കർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, ഇത്തരത്തിൽപ്പെട്ട കഷ്ടനഷ്ടങ്ങൾ കവർ ചെയ്യാനായിട്ടാണ് ലയബിലിറ്റി. പ്രധാനമായിട്ടും ഡാമേജ് ടു അതർ വെസൽ, അതിന് കവറേജ് കിട്ടും. പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വരുത്തിയാൽ അതിന് കിട്ടും. എന്തെങ്കിലും എൻവറോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കിയാൽ അതിന് കവറേജ് ലഭ്യമാകും. അതാണ് ലയബിലിറ്റി ഇൻഷുറൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ കവറേജ് ഹൾ ഇൻഷുറൻസ്, കാർഗോ ഇൻഷുറൻസ് ഇവർക്ക് കിട്ടുന്ന കവറേജുകളാണ്. ആ വെഹിക്കിളിന് മൊത്തത്തിലായിട്ട്, പിന്നെ അതിൽ കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക്, ആ ഓരോ ട്രിപ്പിലും അവർക്ക് കിട്ടേണ്ട വരുമാനത്തിൽ, അവർക്ക് മറ്റ് പുറത്തുള്ള ബാധ്യതകൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, കവറേജ് ചെയ്യുവാനുള്ള ഫെസിലിറ്റികൾ ഉണ്ട്. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അവർക്ക് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിൽപ്പെട്ട കഷ്ടനഷ്ടങ്ങൾക്കാണ് ഈ കമ്പനികൾ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കലാമിറ്റീസിൽ നിന്നും ഒരു ഷിപ്പിന് അല്ലെങ്കിൽ ഈ മെറൈൻ ഇൻഷുറൻസിൽ കവറേജ് ലഭ്യമാകുമെന്ന് പരിശോധിക്കാം. ഫയർ ഒക്കർ ചെയ്താൽ, ലൈറ്റ്നിങ് ഉണ്ടായാൽ, എക്സ്പ്ലോഷൻ ഉണ്ടായാൽ ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകും. നാച്ചുറൽ കലാമിറ്റീസ്, സ്റ്റോമോ, എർത്ത് കാക്കോ, സുനാമിയോ ഒക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും, അതിന് കവറേജ് കിട്ടും. അടുത്ത പറയുന്നത് കൊളീഷൻ, കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുക, ഓവർ ടേണിങ്, കപ്പൽ മറിയുക, സിങ്കിങ്, കപ്പൽ മുങ്ങിപ്പോവുക. അതേപോലെ തന്നെ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതകളാണ് ലോഡിങ് അൺലോഡിങ് സമയത്ത്. ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എന്താണ്, കൃത്യമായി കവറേജ് ലഭ്യമാകും. അപ്പം ഫയർ, ലൈറ്റ്നിങ്, എക്സ്പ്ലോഷൻ, നാച്ചുറൽ കലാമിറ്റീസ് സച്ച് ആസ് സ്റ്റോം, എർത്ത്, കൊളൂഷൻ, ഓവർ ടേണിങ്, സിങ്കിങ്, ഡാമേജ് ഡ്യൂറിങ് ലോഡിങ് ആൻഡ് അൺലോഡിങ്, ഇതിനെല്ലാം കവറേജ് ലഭ്യമാകും. അടുത്ത നമ്മൾ പരിശോധിക്കുന്നത് മെറൈൻ പോളിസിയാണ്. എന്താ മെറൈൻ പോളിസി എന്ന് ചോദിച്ചാൽ, ഇൻഷുററും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. സീ പെറിൽസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ആ ഷിപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള, നമ്മൾ മുമ്പേ പ്രതിപാദിച്ച തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഒരു ഷിപ്പിനുണ്ടായാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ഇൻഷുറൻസും തമ്മിലുള്ള എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്, മെറൈൻ പോളിസി എന്ന് പറയുന്നത്. ഇത് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ
ഒരു കോൺട്രാക്റ്റിനുണ്ടായിരിക്കേണ്ട എല്ലാ നിയമസാധ്യതകളും അല്ലെങ്കിൽ വാലിഡിറ്റിയും ഇൻഷുറൻസ് പോളിസിക്കും ഉണ്ടായിരിക്കണമെന്നർത്ഥം. ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഷിപ്പ് ഇൻഷുർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഇൻഷുർഡ് പ്രൊപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നിലവിൽ വരിക. ഈ മെറൈൻ ഇൻഷുറൻസിൽ ആക്ച്വലി പോളിസി ഇഷ്യൂ ചെയ്യണമെന്നില്ല. പോളിസി ആവശ്യപ്പെടുകയും അത് കൃത്യമായി ആ ഇൻഷുറൻസ് കമ്പനി അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ ആ നിമിഷം മുതൽ ആ പോളിസി നിലവിൽ വരികയാണ് ചെയ്യുന്നത്. പോളിസി ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ബാധകമല്ല ഇൻഷുറൻസ് നിയമത്തിൽ. ഒരു ഇൻഷുറൻസ് പോളിസിയിലെ കണ്ടൻസ് എന്തെല്ലാമാകാം? അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയിലെ കണ്ടൻസ് എന്തെല്ലാമാകാം. എന്താണ്? ദ നെയിം ഓഫ് ദി അഷ്വേർഡ്. ദ നെയിം ഓഫ് ദി അഷ്വേർഡ്. രണ്ടാമത് പറയുന്നത് എന്താണ്? ദ സബ്ജക്റ്റ് മാറ്റർ ഇൻഷുർഡ് ആൻഡ് ദി റിസ്ക് ഇൻഷുർഡ് എഗെയിൻസ്റ്റ്. എന്താണ്? നമ്മളിവിടെ പറഞ്ഞു, ഒന്നുകിൽ ഹള്ളാകാം, അല്ലെങ്കിൽ കാർഗോ ആകാം, അല്ലെങ്കിൽ ഫ്രൈറ്റ് ആകാം. അതാണ് ഇവിടെ സബ്ജക്റ്റ് മാറ്റർ കൊണ്ട്. ഏത് കഷ്ടനഷ്ടങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ പ്രതീക്ഷിക്കുന്നെന്ന് ഉള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് മാറ്റർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ദ വോയേജ് ഓർ പീരീഡ് ഓഫ് ടൈം. ഈ പോളിസി ഒന്നുകിൽ ഒരു യാത്രയെ ആശ്രയിച്ചിരിക്കാം. വോയേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. വോയേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർച്ചർ, ഒരു പോർട്ടിൽ നിന്ന് ഡിപ്പാർച്ചർ നടക്കുന്നു, ഒരു പോർട്ടിൽ അത് എത്തിച്ചേരുന്നു. അപ്പം ഒരു പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്ക് എത്തിച്ചേരുന്ന ആ യാത്രയാണ് വോയേജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ ആ പോളിസി ബേസ് ചെയ്തിരിക്കുന്ന എന്തിനെയായിരിക്കാം? ആ യാത്രയായിരിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കാണ് പോകുന്നതെങ്കിൽ ആ വോയേജ് പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഈ കപ്പൽ സ്റ്റാർട്ടാകുന്നിടം മുതൽ ദുബായിൽ ഇത് എത്തിച്ചേരുന്നിടം വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് ആ യാത്രയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇൻഷുർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെയാണ് വോയേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ പീരീഡ് ബൈസ് ആകാം. കപ്പലുകളൊക്കെ ചരക്ക് കയറ്റി യാത്ര തുടങ്ങിയാൽ ചിലപ്പോൾ ആ പുറപ്പെട്ട പോർട്ടിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ടൈം ബൈസ് ആകാം, ആനുവൽ ആകാം, ഒരു പീരീഡിലേക്കാകാം, അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്താകാം. വോയേജും യാത്രയും സമയവും ചേർത്താകാം. അത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും അങ്ങനെ പോകുന്നത്. അപ്പോൾ വോയേജ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്പെസിഫിക് ജേണി ഫ്രം എ ഡിപ്പാർച്ചർ പോർട്ട് ടു ഡെസ്റ്റിനേഷൻ പോർട്ട്. പുറപ്പെടുന്ന പോർട്ടിൽ നിന്നും എത്തിച്ചേരുന്ന പോർട്ട് വരെയുള്ള ആ യാത്രയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോയേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സ്പെസിഫിക് ജേണി ഫ്രം എ ഡിപ്പാർച്ചർ പോർട്ട് ടു എ ഡെസ്റ്റിനേഷൻ പോർട്ടാണ്. അല്ലെങ്കിൽ സം ഓർ സം ഇൻഷുർഡ് പറയുന്നുണ്ട്. നമ്മളിവിടെ മുമ്പേ പറഞ്ഞ വോയേജ് ആ യാത്രയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ കവർ ചെയ്ത് കിട്ടും. ഇനിയില്ലെങ്കിൽ അവർ തമ്മിൽ എന്തായിരിക്കും? ഒരു വാല്യൂ ബേസ് ആയിരിക്കും അവരുടെ കോൺട്രാക്റ്റ്. ഇത്ര തുകയ്ക്ക് കപ്പൽ അല്ലെങ്കിൽ ചരക്ക് ഇൻഷുർ ചെയ്യുന്നു. അത് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ആ കോൺട്രാക്റ്റിൻ്റെ കണ്ടന്റിൽ ഉണ്ടായിരിക്കണം എത്ര തുകയുടെ വാല്യൂ ആണ് അവിടെ ആ ഇൻഷുറൻസിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അവസാനമായി നെയിം ആൻഡ് നെയിംസ് ഓഫ് ദി ഇൻഷുറർ ഓർ ഇൻഷുറേഴ്സ്. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അവർ ജോയിൻ്റ് ആയിട്ടാണ് ആ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനികളുടെ കൃത്യമായ വിവരങ്ങൾ ആ പോളിസി ഡോക്യുമെൻറ്റിൽ സൂചിപ്പിച്ചിരിക്കണം. നമ്മളിവിടെ കണ്ടൻസിൽ പറഞ്ഞു നെയിം ഓഫ് ദി അഷ്വേർഡ്, സബ്ജക്റ്റ് മാറ്റർ ഇൻഷുർഡ് ആൻഡ് ദ റിസ്ക് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ്. എന്തിനെതിരെയാണോ ആ പോളിസി എടുക്കുന്നതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, ആ കണ്ടൻറ്റിൽ അതിൻ്റെ വോയേജ്, അതിൻ്റെ പീരീഡ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം, എത്ര നാളത്തേക്ക് അല്ലെങ്കിൽ ഏത് യാത്രയ്ക്കാണ് ആ പോളിസി ഇരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര തുകയാണ് അടുത്ത പറഞ്ഞത്, സം ഓർ സം ഇൻഷുർഡ്, ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഇൻഷുറൻസ് കമ്പനികൾ ചേർന്നാണ് ഈ റിസ്ക് അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആ പോളിസിയിൽ വ്യക്തമാക്കിയിരിക്കണം.
അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഈ മേഖലയിൽ വന്നിട്ടുള്ള കാലോചിതമായ മാറ്റം, മോഡേൺ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടർ. അപ്പോൾ ട്രഡീഷണൽ വേ ഓഫ് ഫങ്ഷനിങ്ങിൽ നിന്ന് മാറി ടെക്നോളജി ബേസ് ആയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇൻഷുറൻസ് മേഖലയെ ഡിജിറ്റലൈസ് ചെയ്തു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് ആക്കി, അല്ലെങ്കിൽ ആധുനിക IT ഫെസിലിറ്റീസ് ഇതിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അത് സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വിദേശ കമ്പനികളുടെ സാന്നിധ്യം ടെക്നോളജിക്കലി നമ്മുടെ സമസ്ത മേഖലകളെയും എല്ലാ സെക്ടറിനെയും അടിസ്ഥാനപരമായി തന്നെ മാറ്റിയിട്ടുണ്ട്. ആ പഴയ രീതികളിൽ നിന്ന് ഏറ്റവും പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഇൻഷുറൻസ് മേഖലയെ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്നോളജി എന്ത് ചെയ്ത് ഒരു പഴയ പരമ്പരാഗതമായ ശൈലികളിൽ നിന്ന് മാറി ടെക്നോളജി ബേസ് ആയിട്ടുണ്ട്. അതുമൂലം ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഒരു സർവീസ് അല്ല ആധുനിക കാലത്തിൽ, ഈ കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഇൻഷുറൻസ് ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ്. അപ്പോൾ അവർ നേരിട്ട് എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു മാർക്കറ്റിനെ. അപ്പോൾ ചതിയും വഞ്ചനയും ഒന്നും നടക്കില്ല. കൃത്യമായ സ്റ്റാൻഡേർഡിൽ വേണം എല്ലാ സ്ഥാപനങ്ങളും ഫങ്ഷൻ ചെയ്യാൻ. അപ്പോൾ ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുവാനോ ഈ സംവിധാനം, അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി ബോഡി IRDAI ഈ കമ്പനികളെ അനുവദിക്കില്ല. കൃത്യമായ രീതിയിൽ ആ ബിസിനസ് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നേരത്തെ ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടേതായ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചിരുന്ന, അല്ലെങ്കിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. കസ്റ്റമർ സെൻട്രിസിറ്റി എന്ന് പറയാം. കസ്റ്റമർക്കാണ് പ്രാധാന്യം. അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ബിസിനസ്സിലേക്ക് ഈ മേഖല ട്രാൻസ്ഫോം ചെയ്തതായിട്ട്. അതേപോലെ പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങളല്ല, അത്യാധുനികമായ അല്ലെങ്കിൽ കാലോചിതമായ പരിവർത്തനം അവരുടെ സേവനത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിലും അവർ വരുത്തിയിട്ടുണ്ട്. ഇങ്ങേയറ്റം ഇന്നത്തെ ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപകമായിട്ട് ഇൻഷുറൻസ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ഡേറ്റ കൈമാറുന്നതിലും, ഇൻഫർമേഷൻ കൈമാറുന്നതിലും, റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നതിലും, പ്രോസസ്സിങ്ങിലും എല്ലാം എന്താണ് ഈ സാങ്കേതിക വിദ്യ ഭയങ്കരമായിട്ട് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ മേഖലയുടെ പ്രവർത്തനങ്ങളെ വളരെ ശാസ്ത്രീയവും വളരെ എഫിഷ്യൻറ്റും വളരെ സുതാര്യവും ആക്കി തീർത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഈ ടെക്നോളജി അവർ സർവീസിലായാലും, ക്ലെയിം പ്രോസസ്സിലായാലും, ഫ്രോഡ് ഡിറ്റക്ഷനിലായാലും വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നു? ടെക്നോളജി ബേസാണ് ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അടുത്തായിട്ട് നമുക്കത് വളരെ ബ്രീഫ് ചെയ്ത് പറയുന്നുള്ളൂ. ഈ മേഖലയിലുണ്ടായ ഗ്രോത്താണ്. നമ്മൾ പറഞ്ഞു 1999 സ്വകാര്യ മേഖലയ്ക്ക് കൂടി എന്ത് ചെയ്തു? ഇൻഷുറൻസ് മേഖല തുറന്നു കൊടുക്കുന്നു. അതിനുശേഷമുണ്ടായ വളർച്ച ഭയങ്കരമാണ്. G20 നേഷൻസിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സർവീസ് സെക്ടറാണ് ഇൻഷുറൻസ്. അതിഭയങ്കരമായ വളർച്ചയാണ് ഈ മേഖലയിൽ. ഭയങ്കര സ്റ്റിഫ് കോമ്പറ്റീഷൻ നമുക്ക് ഈ മേഖലയിൽ കാണാം. അതേപോലെ തന്നെ പ്രധാനമായിട്ട് ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ കാലയളവിൽ നമ്മുടെ രാജ്യത്തുണ്ടായത്. അതേപോലെ ഈ മേഖലയിലൂടെ വിദേശ നാണ്യം നേടുന്നതിനും വിദേശ കമ്പനികളുടെ സാന്നിധ്യവും, നേരത്തെ അവർക്ക് പരിധിയുണ്ടായിരുന്നു. 74% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ അനുവദിച്ചിരുന്നെങ്കിൽ അത് 100%-ലേക്ക് മാറിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഇനിയും ജനങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷയിൽ വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്കോപ്പ് വളരെ വലുതാണ്. ഇതൊരു വലിയ തൊഴിൽ മേഖല കൂടിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നമ്മൾ ഇന്ത്യയിലെ
ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ പരിശോധിച്ച് നമുക്ക് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇൻഷുറൻസ് മേഖല വലിയ പുരോഗതിയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഈ ട്രെൻഡ് മാറി കൂടുതൽ ഈ മേഖല വികസിക്കുകയും പുതിയ സങ്കേതങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളും മറ്റും വരികയും ഏറ്റവും നല്ല സേവനങ്ങളും ഏറ്റവും നല്ല ബെനിഫിറ്റ്സും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. മനസ്സിലായോ? കസ്റ്റമേഴ്സ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് അവർക്ക് ആവശ്യം, ആ രീതിയിലേക്ക് ഈ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓൾറെഡി ഒരു കോൺക്രീറ്റഡ് ആയിട്ടൊരു പ്രോഡക്റ്റുമായിട്ട് സമീപിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ക്ലയൻസിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്, ഇനിയും കൂടുതൽ അത്യാധുനികമായ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയൊരു കടന്നുവരവ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നിർമ്മിത ബുദ്ധിയിലൂടെ ഈ മേഖലയെ, പ്രവർത്തനങ്ങളെ വളരെ വിസ്മയാവഹമായി അതിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതഗതിയിലാക്കുക. ഇതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന, നമുക്കറിയാം, കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി നമ്മൾ സമസ്ത മേഖലയിലും പ്രവർത്തനങ്ങളുടെ കോസ്റ്റ് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളറിയാം. അതുപോലെ തന്നെ ഈ ടെക്നോളജി തരുന്ന കൃത്യത, കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശേഷി, മനസ്സിലായോ, അവരുടെ സ്വഭാവത്തിന്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുമായിട്ടുള്ള സർവീസ്, ഇതെല്ലാം നമ്മൾക്ക്, അതായത് പ്രൈസ് ആയാലും പ്രോഡക്റ്റ് ആയാലും എല്ലാം കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ട് സെൻട്രിക് ആയിട്ട് നീങ്ങുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ഉള്ള കാലയളവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് ആൻഡ് പ്രൊയാക്റ്റീവ്നെസ്. എന്താണ് ക്ലയൻസിൻ്റെ ഭാവി ജനതയുടെ ആവശ്യമെന്ന് ഈ ഇൻഷുറൻസ് കമ്പനികൾ മുന്നിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ സേവനങ്ങളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. നമ്മൾ നേരത്തെ പരമ്പരാഗതമായിട്ട് ഈ മേഖലയിലെ ബിസിനസ് അങ്ങനെയല്ല പോകുന്നത്. എന്താണ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്നത്, ആ കൊടുക്കാൻ പറ്റുന്നതിൽ നിന്നും ഈ ബിസിനസ് എന്തിലേക്ക് മാറും, എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം, അതിലേക്ക് നമുക്ക് മാറും. അതിനെ പറയുന്നത്, അതായത് പ്രൊആക്റ്റീവ് റിയാക്റ്റീവ്നെസ്സിൽ നിന്ന്, അല്ലെങ്കിൽ റിയാക്റ്റിൽ നിന്നും പ്രൊആക്റ്റീവായിട്ട് മാറുന്നതായിട്ട് കാണാം. റിയാക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് സംഭവിച്ചു, അത് സംഭവിച്ചതിന് ശേഷം അത് പരിഹരിക്കുന്ന ഒരു രീതിയാണ് പരമ്പരാഗതമായി തുടർന്നു വരുന്നത്. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഭാവിയുടെ ആവശ്യങ്ങൾ, അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂർ പരിഹാരം കണ്ടുകൊണ്ട് പോകുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇതിൽ ആ ടെക്നോളജി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന ടെക്നോളജി ഇൻഷുറൻസ് മേഖലയിൽ ഇൻഷുർടെക് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻഷുർടെക് പാർട്ട്ണർഷിപ്പ് ആണ് അടുത്ത കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. സമസ്ത മേഖലയും ആധുനികവൽക്കരിക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെ ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ്. ടെക്നോളജി വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും ഇനി പ്രവർത്തിക്കും. ഇപ്പം തന്നെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, ധാരാളം സങ്കേതങ്ങൾ ഇതിൽ യൂസ് ചെയ്യപ്പെടുന്നു. ഇനി അത്ഭുതകരമായ ധാരാളം സാധ്യതകൾ ഈ മേഖലയിലും ഉണ്ടാകാൻ ടെക്നോളജി ബേസ് കൂടുതൽ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും എല്ലാം നടത്തുകയും അതിൻ്റെ വിജയങ്ങൾ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മേഖലയിൽ സാങ്കേതികപരമായ വലിയ പുരോഗതി അടുത്ത കാലങ്ങളും കൈവരിക്കുമെന്നുള്ള ഒരു വലിയൊരു എവിഡൻ്റ് ആയിട്ടുള്ള, തെളിവായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൂടുതൽ എന്ന് വെച്ചാൽ മോഡേണൈസ് ചെയ്യപ്പെടും ഈ മേഖല. അവസാനമായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് വരുന്ന കാലയളവ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലോക്ക് ചെയിൻ, അതായത് മെയിൻ സ്ട്രീമിംഗ് ബ്ലോക്ക് ചെയിൻ. അതായത് കേന്ദ്രീകൃതമായിട്ട് ഇൻഫർമേഷൻ ഒരു ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിൽ ബൾക്കായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യപ്പെടുകയും അത് കൃത്യമായിട്ട് സുതാര്യമായും വിശ്വാസ്യതയോടും, അല്ലെങ്കിൽ യാതൊരുവിധ ഫ്രോഡും അതിൽ കാണിക്കാൻ കഴിയാത്ത വിധം ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ ബ്ലോക്ക് ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുന്നു, അതായത് ഈ
വളരെ റിലയബിൾ ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, പിന്നെ വിശ്വസനീയമായിട്ടുള്ള കൃത്യമായ ഡേറ്റ സ്റ്റോർ ചെയ്യുകയും അത് കൈമാറ്റപ്പെടുകയും ചെയ്യുവാനുള്ള സാങ്കേതിക വിദ്യയാണ്. ഇവിടെ ഇതിലെ പാർട്ടിസിപ്പൻസിനെല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നവർക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മറ്റ് ആരുടെയും കൈകടത്തലുകളില്ലാതെ സുരക്ഷിതവും വളരെ കാര്യക്ഷമവുമായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. അതിൻ്റെ എൻജിനീയറിംഗ് ഭാഗങ്ങളെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യാൻ അതിൻ്റെ ആ ഭാഗങ്ങൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിലൊന്നും വലിയ പ്രാവീണ്യമുള്ളവരല്ല. ഈ ടെക്നോളജി വ്യാപകമായിട്ട് ഈ സേവന മേഖലയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇനിയും കൂടുതൽ ഈ മേഖല മോഡേണൈസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സാങ്കേതിക വിദ്യകളാൽ വിപുലമാകപ്പെടും. കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് ലഭ്യമാകുവാൻ വരും കാലയളവ് കണ്ടുപിടുത്തങ്ങളും ഈ മേഖലയുടെ വളർച്ചയും സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യേണ്ടത്. നമ്മൾ ഇൻഷുറൻസ് എന്നുള്ള ഭാഗം കവറായിട്ടുണ്ട്. നമ്മളിനി അടുത്ത ക്ലാസ് എടുക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സാണ്. മ്യൂച്വൽ ഫണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഒരു അക്കാഡമിക് വെർഷനിൽ മാത്രമല്ല, അത്യാവശ്യം ഈ മേഖലയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മുടെ കണ്ടൻറ്റ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയണം, സഹകരിക്കണമെന്നൊരിക്കലും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കും.